സിനിമാ കഥയെ വെല്ലുന്ന അവിശ്വസനീയവും അവസരോചിതവുമായ ധീര ഇടപെടലിലൂടെ വഴിയരികിൽ ആരോരും സഹായിക്കാനില്ലാതെ ക്ലേശിച്ച ഗർഭിണിയുടെ സഹായത്തിനെത്തി ഇരട്ടക്കുട്ടികളുടെ പ്രസവ ശുശ്രൂഷ നടത്തിയ ഫാദർ ജീസസ് സമൂഹമാധ്യമങ്ങളിൽ താരമായി മാറിയിരിക്കുകയാണ്. വാഷിംഗ്ടണിലെ യാക്കിമയിലെ സെയിന്റ് പോൾ കത്തീഡ്രൽ ഗ്രൗണ്ടിലാണ് സംഭവം. ഭവനരഹിതയായ ഒരു ഗർഭിണിയായ സ്ത്രീ താൻ പ്രസവഘട്ടത്തിലാണെന്നും സഹായിക്കണമെന്നും നിലവിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജീസസ് മാരിസ്കൽ ഉടനടി സഹായഹസ്തവുമായി രംഗത്തെത്തുകയായിരുന്നു. യുവതിയുടെ കാൽച്ചുവട്ടിൽ രക്തം കണ്ട വൈദികൻ തന്റെ ഫോണെടുത്ത് എമർജൻസി നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് ഫോൺ സ്പീക്കർ മോഡിലിട്ട് അവർ പറഞ്ഞ പ്രകാരം ആ സ്ത്രീയെ നിലത്ത് കിടത്തി. സെക്കൻഡുകൾക്കുള്ളിൽ ആ സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിച്ചു. കരഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടിയെ ഫാദർ മാരിസ്കലാണ് ആ സ്ത്രീയുടെ കൈകളിൽ ഏൽപ്പിച്ചത്. അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത് താൻ മറ്റൊരു കുട്ടിയെ കൂടി പ്രസവിക്കാൻ പോവുകയാണെന്ന്. ഫാദർ ജീസസ് മാരിസ്കൽ 911 ഓപ്പറേറ്ററോട് രണ്ടാമത്തെ കുട്ടി ഇപ്പോഴും അമ്നിയോട്ടിക് സാക്കിലാണെന്നും കുട്ടിയുടെ ചലനങ്ങൾ തനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നും പറഞ്ഞു. തുടർന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കരുതിയതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് വൈദികൻ പറയുന്നു. യാതൊരു ഉപകരണവും കയ്യിൽ ഇല്ലാതിരുന്നതിനാൽ നിർദ്ദേശപ്രകാരം തന്റെ കൈകൊണ്ട് അദ്ദേഹം അമ്നിയോട്ടിക് സാക്ക് പൊട്ടിച്ചു. പൊക്കിൾക്കൊടി ശിശുവിന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുകയായിരുന്നു. കുട്ടി ശ്വസിക്കുന്നില്ലെന്ന് കണ്ട വൈദികൻ ഓപ്പറേറ്റർ പറഞ്ഞ പ്രകാരം കുട്ടിയെ തന്റെ അടുത്ത് കിടത്തി പുറത്ത് തട്ടി. ഭീതികരമായ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം കുട്ടി കരയുവാൻ തുടങ്ങി. ആ കുട്ടിയെയും ഫാദർ മാരിസ്കൽ ആ സ്ത്രീക്ക് കൈമാറി. ഏതാനും സമയം കഴിഞ്ഞപ്പോഴാണ് പാരാമെഡിക്കൽ സംഘം അവിടെ എത്തിയത്. സ്ത്രീയെയും കുട്ടികളെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. മാസം തികയുന്നതിന് മുൻപായിരുന്നു കുട്ടികളുടെ ജനനം. നല്ല സമരിയക്കാരന്റെ നേർചിത്രമായി മാറിയിരിക്കുകയാണ് വൈദികന്റെ തക്ക സമയത്തെ വീരോചിത ഇടപെടലിലൂടെ രക്ഷപ്പെട്ട 3 ജീവനുകളുടെ സംഭവകഥ. കാത്തലിക് എക്സ്റ്റൻഷനോട് ഫാദർ ജീസസ് തന്നെ പറഞ്ഞ സംഭവം മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.